എന്താ അതി? ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. എന്താ? തന്റെ പരോള് നീട്ടി കിട്ടിയിരിക്കുക. ഇന്നൊരു ദിവസം കൂടി സ്വാതന്ത്ര്യത്തോടെ തനിക്കിവിടെ കറങ്ങിടക്കാം. അവര് നാളെ എത്തുള്ളൂ എന്ന് മുത്തശ്ശി വിളിച്ചപ്പോൾ പറഞ്ഞു. അതെന്തു പറ്റി? മുത്തശ്ശി എനിക്ക് വേണ്ടി നടന്ന ഏതോ ഒരു വഴിപാട് നടത്താൻ പറ്റില്ല. നാളെ അതും കഴിഞ്ഞ് അവർ വരൂ. ഏതായാലും താൻ കുളിച്ചൊരുങ്ങിയൊക്കെയല്ലേ, താൻ വാ, നമുക്ക് ഈ തോട്ടിലും പറമ്പിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാം. എന്നും കിട്ടുന്ന ഭാഗ്യമൊന്നും അല്ലല്ലോ ഇത്. ഞാനില്ലടോ. എന്തു പറ്റി? സ്വാതന്ത്ര്യം ഒരുപാടായാലും അത് മടുപ്പാ. ഇവിടെ തന്റെ ഈ കൊച്ചുമുറിയില് എന്റെ കൊച്ചു സ്വപ്നങ്ങളായിട്ട് ഞാൻ പൊരുത്തപ്പെട്ടു കഴിഞ്ഞു. സത്യം പറയാലോ, കുറച്ചു ദിവസങ്ങളായിട്ട് ആലിസിന്റെ അത്ഭുത ലോകത്തെത്തിയ അവസ്ഥയില. ഇവിടുത്തെ ഓരോ കാഴ്ചയും കേൾവികളും ഒക്കെ എനിക്ക് പുതിയതാ. പൂജ, സ്നേഹം എന്ന വാക്കിന്റെ അർത്ഥമൊക്കെ ഞാൻ പറഞ്ഞു തുടങ്ങി. ഇതൊക്കെ തൻ്റെ ഓരോ തോന്നലുകളാണ്. ഓരോരുത്തരും സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഓരോ തരത്തിലാണ്. നമ്മളത് തിരിച്ചറിയുന്നിടത്താണ് കാര്യം. തൻ്റെ അച്ഛനും അമ്മയും തന്നെ സ്നേഹിച്ചിട്ടില്ലാന്ന് തോന്നുന്നുണ്ടോ? എന്തോ എനിക്കറിയില്ല. ഈ ഭൂമിയിൽ നമ്മൾ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നത് നമ്മുടെ അച്ഛനും അമ്മയും മാത്രമാണ്. കാരണം നമ്മുടെ രൂപം പോലും കാണാതെ നമ്മളെ ആദ്യമായി സ്നേഹിച്ചു തുടങ്ങുന്നത് അവരാണ്. അച്ഛനും അമ്മയും ഇല്ലാത്ത എനിക്ക് അതിൻ്റെ വില നന്നായി മനസ്സിലാവും. അതെ, താൻ എന്നെ കുറ്റപ്പെടുത്തിയതാ? ഒരിക്കലുമല്ല, ഓർമ്മപ്പെടുത്തിയതാ. ആദിക്ക് എന്നോട് ഏത് തരത്തിലുള്ള സ്നേഹമുള്ളത്? എന്താ അതി? അങ്ങനെ നിർവചിച്ച് പറയാനുള്ള കഴിവൊന്നും എനിക്കില്ല. ഒഴിഞ്ഞുമാറലാണോ? ഒരിക്കലുമല്ല. പിന്നെ? അറിയാത്തോണ്ടാ.